Okay. Next question was reverse order. Given a set of numbers, print them in the reversed order. ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സ് തന്നിട്ടുണ്ട്, അത് റിവേഴ്സ് ഓർഡറിൽ എന്ത് ചെയ്യുക, പ്രിന്റ് ചെയ്യിപ്പിക്കുക. ഇൻപുട്ട് എന്ന് പറയുന്നത് നംസ്, അതായത് എത്ര നമ്പേഴ്സ് ഉണ്ടോ അത്രയും. ആൻഡ് ഇറ്റ്സ് എ സെക്കൻഡ് ലൈൻ കണ്ടെയ്നിങ് ഓൾ നമ്പേഴ്സ് A1 A2 A3. സെക്കൻഡ് ലൈനിൽ എല്ലാ നമ്പേഴ്സ് ആണുള്ളത്. ആൻഡ് എ സിംഗിൾ ലൈൻ കണ്ടെയ്നിങ് ദ നമ്പേഴ്സ് ഇൻ ദ റിവേഴ്സ്ഡ് ഓർഡർ. നമ്മൾ ഓൾറെഡി ഇതുപോലൊരു പ്രോബ്ലം റിസോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇൻറ്റിജർ റിവേഴ്സ് ചെയ്യാൻ. ഓക്കെ, ആ മെത്തേഡ് നമുക്ക് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റുമോ? തിങ്ക്. ഇൻറ്റിജറിൽ നമ്മൾ എന്താ ചെയ്തത്? ഓക്കെ, അതിൽ നമ്മൾ എന്ത് ചെയ്തു, സ്ലൈസ് ചെയ്തിട്ട് -1 എന്ത് ചെയ്തു, -1, അതായത് നമ്മൾ എന്താ ചെയ്തത്, റിവേഴ്സ് ചെയ്തു. അതായത് റിവേഴ്സ്ഡ്. ഓക്കെ, റിവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? റിവേഴ്സ്, ഇപ്പം നമുക്കൊരു നമ്പേഴ്സ് ഉണ്ടെന്ന് കരുതിക്കോ. നമ്മുടെ നമ്പേഴ്സ് ഇത് സിംഗിൾ ലൈൻ ആണല്ലേ, അത് ലിസ്റ്റോ കാര്യങ്ങളൊന്നുമല്ല. എന്നിരുന്നാൽ കൂടി നമ്പേഴ്സിന്റെ സ്റ്റാർട്ട് എൻഡ് -1. ഇതിപ്പം റിവേഴ്സ് ചെയ്യാൻ നമുക്ക് ലിസ്റ്റ്, അതായത് ഇൻറ്റിജർ റിവേഴ്സ് ചെയ്യാൻ ഇങ്ങനെ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഇൻപുട്ട് വാങ്ങണം ആൻഡ് ഔട്ട്പുട്ട് പ്രിന്റും ചെയ്യിപ്പിക്കണം. അപ്പം ഇൻപുട്ട് വാങ്ങാനായിട്ട് ഫസ്റ്റ് നമുക്ക് n തന്നെ റീഡ് ചെയ്യിപ്പിക്കാം അല്ലേ. n എന്ന് പറയുന്നത് ഫസ്റ്റ്. അപ്പം അതെന്താ, ഇൻറ്റ് ഓഫ് ഇൻപുട്ട്. അപ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റ് n വാങ്ങിയിട്ടുണ്ട്. സെക്കൻഡ്, ഇനി നമുക്ക് സെക്കൻഡ് നമ്മുടെ ലൈൻ സെക്കൻഡിൽ ഇപ്പം ഇതിപ്പോൾ നമ്മൾ ലോജിക്കിൽ നമ്മൾ ഓക്കെയാണ്, നമുക്കറിയാം ഇതാണ് ഇതിന്റെ സിംഗിൾ ലൈൻ ലോജിക്. ഇനി പ്രശ്നം ഇത് എങ്ങനെ വാങ്ങണം എന്നുള്ളത്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാണ്, ഇത് വർക്ക് ആവുമെന്ന് അറിയില്ല. ഫോർ ഐ ഇൻ റേഞ്ച് n എനിക്ക് ഈ നമ്പേഴ്സ് വാങ്ങണം. ഇത് ലൂപ്പല്ല. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് മാപ്പ് ചെയ്ത് നോക്കാണ്. നമ്പേഴ്സ് ഈസ് ഈക്വൽ ടു മാപ്പ് ഓഫ് ഇൻറ്റ് ഇൻപുട്ട്. ഓക്കെ, ഇൻപുട്ട് ഇൻപുട്ട് ഇത് ഓക്കെ. സോ ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഇൻസൈഡ് ലൂപ്പ് ചെയ്യുകയാണെങ്കിൽ, ഈ ലൂപ്പിന്റെ ഇൻസൈഡാ ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് ഇതിൽ ഫസ്റ്റ് ലൂപ്പിൽ എല്ലാ നമ്പേഴ്സും വരില്ല, ഒരു നമ്പർ മാത്രമേ റീഡ് ചെയ്യൂ അല്ലേ. അതായത് we get only one number per line instead of all at once. സോ നമുക്ക് നമ്മുടെ നമ്പേഴ്സ് എന്ന് പറയുന്നത് മാപ്പ്. സോ മാപ്പ് ചെയ്യണം എന്നില്ല, നമുക്ക് ഇൻപുട്ട് ഡോട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ആൻഡ് ഇതിനെ നമുക്ക് ഔട്ട്സൈഡ് എടുക്കാം. ഇതിപ്പോ ലൈൻ ബൈ ലൈൻ നമ്പേഴ്സ്, ഇപ്പൊ നമുക്ക് ഒറ്റ നമ്പേഴ്സ് ആയിട്ടാണ് വേണ്ടതല്ലേ. അപ്പൊ ഞാൻ ഇതിന് എന്താ ചെയ്യുന്നത്, ലൈൻ ബൈ ഇൻപുട്ട്
നമ്മൾ മുന്നേ ഇതിനു മുൻപുള്ള കോഡിൽ എങ്ങനെ ലൈനിലുള്ളത് ഇൻപുട്ടിനെ സ്പ്ലിറ്റ് ചെയ്യുന്നു, എല്ലാ നമ്പേഴ്സും മാപ്പ് ചെയ്തിട്ട് ഇൻഡിജർ ആയിട്ട് മാപ്പ് ചെയ്യുന്നു, ഇൻപുട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി ഈ മാപ്പ് ഒരു ലിസ്റ്റ്, ഈ മാപ്പ് ചെയ്ത നമ്പേഴ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ലിസ്റ്റിലേക്ക് അപ്പൻഡ് ചെയ്യുന്നു. അപ്പം ഈ മാപ്പ് എന്ന് പറയുന്നത് എന്താ, ഇതിൽ നമ്പേഴ്സ് വന്നു. ഫോർ ഐ ഇൻ റേഞ്ച് n വേണമോ എന്ന് ആലോചിക്കാം. നമുക്ക് ഈ നമ്പേഴ്സ് തന്നെ ജസ്റ്റ് പ്രിന്റ് ചെയ്താൽ മതി. അപ്പം പ്രിന്റ് ഇത് റിവേഴ്സ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പ്രിന്റ് റിവേഴ്സ്, അല്ലെങ്കിൽ എന്താ പ്രിന്റ് റിവേഴ്സ്. ഇതൊന്ന് കറക്റ്റ് ആണോ നോക്കാൻ. നമ്പേഴ്സ് സോ ഇപ്പൊ നമ്മൾ പ്രിന്റ് ചെയ്യുമ്പോൾ ഇത് പ്രിന്റ് ചെയ്യുന്ന എന്താണ്, ഒരു ലിസ്റ്റ് ആയിരിക്കും പ്രിന്റ് ചെയ്യുക. ബിക്കോസ് നമ്പേഴ്സ് എന്ന് പറയുന്നത് ലിസ്റ്റ്. അപ്പൊ നമുക്ക് സെപ്പറേറ്റ് നമ്പേഴ്സ് ആയിട്ടല്ല, ഒരു ലിസ്റ്റ് ആയിട്ടാണ് പ്രിന്റ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് പ്രിന്റ് സ്റ്റാർ റിവേഴ്സ് ആണെങ്കിൽ എന്താ, സ്റ്റാർഡ് ആണെങ്കിൽ പൈത്തണിൽ എന്ത് ചെയ്യുക, ലിസ്റ്റിനെ അൺപാക്ക് ചെയ്യാനാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റാർ യൂസ് ചെയ്യുന്നത്. അതായത് സ്റ്റാർ ഓഫ് ഒരു ലിസ്റ്റ് 1 2 3 ആണ്. അപ്പൊ സ്റ്റാർ യൂസ് ചെയ്യുമ്പോൾ ഇതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും, 1 2 3 കോമ ഇട്ടിട്ടായിരിക്കും വരുന്നത്. സോ നമുക്ക് വേണ്ട ഔട്ട്പുട്ട് അങ്ങനെയാണോ, നമുക്ക് നീഡഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എങ്ങനെയാ, കോമ, അതായത് ലിസ്റ്റ് ആണ്, പക്ഷെ നമുക്ക് നോക്കാം ഔട്ട്പുട്ട് അങ്ങനെയാണോ വരുന്നതെന്ന്. ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യാം. യെസ്, വന്നു. ആൻഡ് ഐ എം സബ്മിറ്റിംഗ്. ഗുഡ്. അപ്പം ഇത് ഐ തിങ്ക് ഇതിൽ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ.